ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഈ ഒരു കണ്ണാടിൻ്റെ മുന്നിൽ. അപ്പോൾ രാവിലെ എണീറ്റ പാടെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് മെയിനായിട്ടുള്ളതാണ് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് പോയി റെഡി ആയാലോ? ഓക്കെ. അപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാട്ടോ പോകുന്നത്. വീട്ടിലിരുന്ന ഡ്രസ്സാണ്, പിന്നെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയത് കൊണ്ട് ഇത് തന്നെ ഇട്ടിട്ട് പോകാം. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റെഡിയാകാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കും ഇട്ട് ഒരു പൊട്ടും ഇട്ടിട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 9 മണി ആയിട്ടേ ഉള്ളൂ. ഈ ഒരു ടൈമിൽ തന്നെ അവിടെ തുറന്നിട്ടുണ്ടാവാനാണ് സാധ്യത. ഞാൻ ആദ്യമായിട്ടാണ് സൂപ്പർ മാർക്കറ്റിൽ ഈ ഒരു ടൈമിൽ പോകുന്നത്. കൂടുതലും ഈവനിങ് ടൈമിലാണ് പോവൽ. അതുകൊണ്ട് രാവിലെ ഇത്ര സമയത്തിനുള്ളിൽ തുറക്കുമോ എന്നുള്ളത് എനിക്ക് അത്ര ഉറപ്പില്ല. എന്നാലും ഞാൻ പോയി നോക്കുകയാണ്. കാരണം തിരിച്ചു വന്നിട്ട് കുറേ കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഏകദേശം ആക്ച്വലി ഇന്നലെ വൈകുന്നേരം പോകാനിരുന്നതായിരുന്നു സൂപ്പർ മാർക്കറ്റിലെ. പക്ഷേ എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു മടി കയറി. അതോടുകൂടെ പോക്കങ്ങ് മുടങ്ങി. മടിയേറിയ പിന്നെ എല്ലാവരുടെയും അവസ്ഥ ഇതാണല്ലോ, മാറ്റിവെക്കലൊരു പൊതു ചടങ്ങായിട്ട് മാറും. പിന്നെ രാവിലെ എണീറ്റപ്പം ചായ കുടിക്കാനുള്ള പാല് വരെ വാങ്ങിക്കണം എന്നുള്ള അവസ്ഥയായപ്പം രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ റെഡി ആയിട്ടോ. അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ടോ റൂമിൽ നിന്ന്. ഇവിടെ സാധാരണ ആൾക്കാർ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ഈ ഒരു സാധനവും കൂടെ കൊണ്ടുപോകും കേട്ടോ. തിരിച്ചു വരുമ്പോൾ കയ്യിൽ തൂക്കി വരേണ്ട ഭാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാവുമ്പം വലിച്ചുകൊണ്ട് പോയാൽ മതി. അങ്ങനെ ഞാൻ ലിഫ്റ്റിൽ കയറി നേരെ താഴേക്ക് ഇറങ്ങി. റോട്ടിലധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. സമയം 9 മണി ആയെങ്കിലും അധികം ആൾക്കാരോ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഈ സ്ട്രീറ്റിൽ അങ്ങനെ കാണാറില്ല. ഇവിടെ ഓരോരോ വഴി തിരിയുമ്പോഴും ഓരോരോ സ്ട്രീറ്റും ഓരോരോ പേരും ആട്ടോ. കോമൺ ആയിട്ടൊരു പേരുണ്ട്, പക്ഷേ എല്ലാ സ്ട്രീറ്റുകൾക്കും, അതായത് ഓരോരോ വഴി തിരിയുന്നിടത്തും ഓരോരോ പേരാണ്. അങ്ങനെ ഞാൻ നടക്കുകയാണ്. ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് സൂപ്പർ മാർക്കറ്റ് വരുന്നത്. അങ്ങനെ ഞാൻ നടന്നു. കുറേ കുട്ടികൾ അതിലേക്ക് പോകുന്നുണ്ടായിരുന്നു. സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ നടക്കുവാണ്. ആ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ അപ്പാർട്ട്മെൻറ്റുകളാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റും വരുന്നത്. ഈ ഇരിക്കുന്ന വണ്ടിയുണ്ടോ, ഇവിടെ പലരും ഉപയോഗിക്കുന്നത് ഈ ഒരു സാധനം കേട്ടോ. സൈക്കിളിന് പകരമായിട്ടൊക്കെ യൂസ് ചെയ്യും. കൊച്ചു പിള്ളേർ വരെ ഈ സാധനം ഉരുട്ടിക്കൊണ്ട് പോകുന്നത് കാണാം. അങ്ങനെ റോഡിലേക്ക് ഇറങ്ങി. അത്യാവശ്യം മഴ പെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു മോർണിംഗ് തന്നെ. പക്ഷേ എന്തുകൊണ്ടാണ് മഴ പെയ്തില്ല? ഇന്നലെയെല്ലാം മഴ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, നിലത്തൊക്കെ വെള്ളമുണ്ട്. അവിടെ എത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഞാൻ കോയിൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഫ്രീ ആയിട്ട് കിടന്നൊരു ട്രോളി എടുത്ത് ഞാൻ ഉള്ളിൽ കയറി. അങ്ങനെ ആവശ്യത്തിന് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ഒരു ജ്യൂസ് മിക്സ് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതും എടുത്തു. ലെമണിൻ്റെ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ലെമണിൻ്റെ തന്നെയാണ് കേട്ടോ എടുത്തത്. അങ്ങനെ അതും എടുത്ത് നമ്മൾ കുറച്ച് നേരം സൂപ്പർ മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ എവിടേക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇരിക്കുന്നതെന്നൊക്കെ തരാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ പാലും മേടിച്ചു. ഇത് കൗ മിൽക്കല്ല കേട്ടോ, ഓട്സിൻ്റെ മിൽക്കാണ്. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതും മേടിച്ചു. ഇവിടെ ഈ ഫ്രൂട്ട്സുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ബോക്സായിട്ട് വെച്ചിട്ടുണ്ടാവും. സാധാരണ മേടിക്കുന്നതിനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ബിസ്ക്കറ്റുകളും കാര്യങ്ങളും എടുത്തിട്ട് ഞാൻ പിന്നെ നേരെ അവിടെ നിന്നില്ല. കുറേ നേരം നിന്നാൽ കുറേ സാധനങ്ങൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നേരെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി ബില്ലൊക്കെ പേ ചെയ്ത് ഞാൻ പിന്നെ അങ്ങ് ഇറങ്ങി കേട്ടോ. സാധനങ്ങളൊക്കെ ഞാൻ ആ നേരത്തെ കാണിച്ച ആ സാധനത്തിനുള്ളിലാക്കിയിട്ട് വലിച്ചുകൊണ്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. ഇപ്രാവശ്യം വരുന്ന വേറൊരു വഴിയാണേ. അധികം തിരക്കുകളും കാര്യങ്ങളൊന്നും ഈ വഴിയിലും ഉണ്ടായിരുന്നില്ല. നേരെ ലിഫ്റ്റ് ഇറങ്ങി റൂമിൻ്റെ മുന്നിൽ ചെന്നു. അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ബൈ.